നമസ്കാരം. പീപ്പിൾസ് കേരളയിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് തവനൂർ മണ്ഡലത്തിലാണ്. LDF-ന് വേണ്ടി KT ജലീലും UDF-ന് വേണ്ടി VS ജോയിയും BJP-ക്ക് വേണ്ടി രവി തേറോത്തും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ആർക്കായിരിക്കും വിജയലക്ഷ്യം? പീപ്പിൾസ് കേരള പബ്ലിക് ഒപ്പീനിയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പബ്ലിക് ഒപ്പീനിയനിൽ പങ്കെടുക്കുന്നത് 150 പേരാണ്. ഇനി തവനൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത? KT ജലീൽ ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ LDF-ന്റെ ഭരണം കൊണ്ട് തന്നെ ആണ്. അതുകൊണ്ട് KT ജലീൽ ജയിക്കും, ഉറപ്പാണ്. ജോയ് ജയിക്കും. എന്തുകൊണ്ടാണ് ജോയിന്റെ പേര് പറയുന്നത്? ജോയ് എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ ട്രെൻഡ് അതാണ്. ആണോ? ട്രെൻഡ് ആണോ? ട്രെൻഡാണ്. അതായത് UDF തരംഗാണ് ഇപ്പൊ നടക്കുന്നത്. അതുകൊണ്ട് ജോയ് ജയിക്കുന്ന ജോയ് ജയിക്കുന്നുള്ള 100% ഉറപ്പാണ്. ആണോ? ജോയ് ജയിക്കും. ജോയ് എന്തുകൊണ്ടാണ് ജോയിന്റെ പേര് പറയുന്നത്? ജയിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ 15 വർഷം KT ജലീലായിരുന്നേ. കല്യാണത്തിന് മാത്രം ഒന്ന് കാണാന്ന് മാത്രമേ ഉള്ളൂ. കല്യാണത്തിന് മാത്രം കാണാം. കല്യാണത്തിന് വേണം. അങ്ങനെ ഒന്ന് കണ്ടുപോകും. ഒരു വികസനം ഉണ്ടായിട്ടില്ല ഇവിടെ. ജയിക്കാൻ സാധ്യതയില്ല KT ജലീൽ. ജയിക്കാൻ സാധ്യതയില്ല. ജനങ്ങളെല്ലാവരും ജോയ് ജയിക്കുന്ന പറയുന്നത് ജയിക്കും. ആര്? KT ജലീൽക്കാ. അതെന്തുകൊണ്ടാ? എന്തുകൊണ്ട് മൂപ്പരാളോട് പ്രവർത്തനം സാറാണ്, സൂപ്പറാണ്. ആണോ? അതുകൊണ്ടാ ജയിക്കാം. അതുകൊണ്ട് ജയിക്കാം. പറയാൻ പറ്റൂല. എന്താ പറയാൻ പറ്റാത്തെ? വോട്ട് ചെയ്യോ? വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യണം, പക്ഷെ പറയാൻ പറ്റൂല. അവിടെ എത്തുമ്പോൾ ആ വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയാല് വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് ആരൊക്കെ ചെയ്യാൻ തോന്നുന്നു വെച്ചാൽ അപ്പോഴേ നമുക്ക് അങ്ങനെ നടക്കുള്ളൂ. ഉപകാരം ആൾക്കാർ ചെയ്യുള്ളൂ. ആരാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കാ ചെയ്യേണ്ടത്? ഞാൻ ആർക്കും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളെ പറയാം. അത് വേണ്ട, അത് പറയില്ല. പറയില്ല. നിങ്ങൾ പറയണോ ആർക്കാ ചെയ്യേണ്ടത്? ആർക്കും ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യോ? ആർക്കും ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യാതില്ല. നമ്മള് മോശമല്ല. അപ്പൊ അതാണ് ജനാധിപത്യം ഉപയോഗിക്കണം. ആർക്ക് ചെയ്യും എന്നുള്ള നിങ്ങളെ പേഴ്സണൽ ഇരിക്കട്ടെ. നിങ്ങൾ പറയണത് VS ജോയ് ജയിക്കണം. VS ജോയ്. എന്തുകൊണ്ടാണ് VS ജോയിന്റെ പേര് പറയുന്നത്? 15 വർഷമായിട്ട് MLA ആയിട്ട് KT ജലീലാണ് പോകുന്നത്. പക്ഷെ ഇവിടെ കുടിവെള്ളത്തിന് അങ്ങനത്തെ പല വികസന മുരടിപ്പ് മാത്രമാണ് ഇവിടെ സമ്മാനിച്ചിട്ടുള്ളത്. ആണോ? അതെ, അതിനൊരു മാറ്റം അനിവാര്യമാണ്. ആണ്. അതുകൊണ്ട് ജോയ് ജയിക്കണം. ജോയ് ജയിക്കണം. ആണ്. KT ജലീലേക്ക് ഇവിടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള KT ജലീലാണ്. 7500 എന്തോ കുറച്ചു മുമ്പ് പറഞ്ഞു. അത് ഭൂരിപക്ഷം ഞാൻ എന്റെ ഭൂരിപക്ഷം പറഞ്ഞ എത്രയാണ്? 7500 വോട്ടിന് ജയിക്കും. 7500 വോട്ടും ജയിക്കും. ലീഡ് KT ജലീൽ ജയിക്കും. ഉറപ്പ്? ഉറപ്പ് ജയിക്കും. ഇല്ലെങ്കിൽ എന്താ പറഞ്ഞ അതിലോട്ട് നമ്മൾ ചെയ്യും. തല മുട്ടടിക്കോ? തീർച്ചയായിട്ടും. പാതി മുട്ടടിക്കോ? അല്ലല്ല, അതൊന്നുമില്ല. മുട്ടടിക്ക, പാതി മുട്ടടിക്ക, അത് ഒരു ഇതില്ലാത്തൊരു ഇതാണ്. കാരണം നമ്മൾ എന്തായാലും പറയണത് ചെയ്യണം. അല്ലാതെ മറ്റേ ഇപ്പോഴത്തെ പ്രദേശത്തിന്റെ ആള് പറഞ്ഞ മാതിരി നമ്മള് നമ്മളെ പറഞ്ഞോട് കാര്യമില്ലല്ലോ. പാതി മുട്ടടിക്കോ? ഇല്ലല്ല, ഇത് ബെറ്റാണ്. ബെറ്റ് തന്നെയാണ്. പക്ഷെ മുട്ടടിക്കൽ പണിഷ്മെന്റ് അല്ല, മുട്ട സാധാരണ അടിക്കുക. അത് വേണ്ട. കാരണം നമ്മളൊരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. പാതി മുട്ടടിക്കോ? വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. ഈ ഒരു മാറ്റം വരല് നിർബന്ധം ആണോ? അതെ. അതെന്താ പറയാൻ കാരണം വെച്ചാൽ 10 വർഷമായിട്ട് സാധാരണക്കാരനെ പോലത്തെ ഞങ്ങളെ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് ഒരു നിയമപരമായിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ട് നമുക്കൊരു പുരോഗതി വരണ്ടായിട്ടില്ല. അപ്പൊ ആരാണ് ജയിക്കണം? ആരാ ജയിക്കണം വെച്ചാൽ UDF വന്നാലും നമ്മൾക്ക് സാധാരണക്കാർക്ക് ഒരു മെച്ചം ഉണ്ടാവണം. അത് ഒരു മാറ്റം വരല് നിർബന്ധം. ജോയ് ആണ് ഇവിടെ. ജോയ് വന്നാലും നമുക്കൊരു മാറ്റം ഉണ്ടാവണം എന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് ഒരു കാര്യം ഇതുവരെ ഇരുന്ന കച്ചവടക്കാർക്കൊക്കെ ഞങ്ങളെ ഈ പ്രാരബ്ധ ബുദ്ധിമുട്ടും ഞങ്ങൾ തന്നെ അറിയണുള്ളൂ. അതായത് ജയിച്ചു വരുന്ന ഒരാളുകളും അതിൽ അല്ല. ഈ പ്രാവശ്യം ജോയ് ജയിക്കണം എന്നാണ്. ജോയ് ജയിക്കണം. അത് എന്തുകൊണ്ടാ വെച്ചാൽ 10 വർഷമായിട്ട് പിണറായി സർക്കാർ നമ്മൾ പിണറായി ആളുകളാണ്. പക്ഷെ നമുക്കൊരു മാറ്റം വരലും നിർബന്ധം. VS ജോയ്. ജോയ് എന്തുകൊണ്ടാണ് ജോയിന്റെ പേര് പറയുന്നത്? ഇവിടെ 4 വർഷത്തോളം 4 പ്രാവശ്യം ഇവിടുന്ന് ജയിച്ചു പോയിട്ട് KT ജലീൽ ഈ മണ്ഡലത്തിന് ഒന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒന്നും ചെയ്യാൻ ആളുകൾ കഴിഞ്ഞിട്ടില്ല. ഇലക്ഷൻ സമയത്തിന് വരും, വോട്ട് ചോദിക്കാൻ വേണ്ടി വരും. ജനങ്ങൾ വിഡ്ഢികളാക്കുക. വോട്ട് ഓരോ അയാളുടെ പേരിലാണ് അയാൾ വോട്ട് ചെയ്യണത്. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റണില്ല. പിന്നെ എങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്യൾക്ക്? ജലീൽ തോൽക്കണം. എന്തുകൊണ്ടാ? കാരണം 10-15 കൊല്ലമായിട്ട് ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് പോയിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ആണോ? അതുകൊണ്ട് ആര് ജയിക്കണം? ജോയ്. ജോയ് ജയിക്കണം. അതാണ് ജോയ് ജയിക്കണം. ആരാ ജയിച്ചോട്ടെ എന്നാ? അപ്പൊ വോട്ട് ചെയ്യില്ല നിങ്ങള്? വോട്ട് ചെയ്യും. പറയാൻ കഴിയില്ലല്ലേ? അങ്ങനെയാണ്. എന്തുകൊണ്ടാ KT ജലീലിന്റെ പേര് പറയുന്നത്? ജലീൽ എന്ന് പറഞ്ഞാൽ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും ജനങ്ങളായിട്ടുള്ള സമ്പർക്കം. ആണോ? അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ജയിക്കും KT ജലീൽ. അതിപ്പോ പറയാൻ പറ്റുമോ? ഇല്ല, ജനങ്ങളെ കയ്യിലല്ലേ. നിങ്ങളുടെ അഭിപ്രായം എന്താ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ല. വോട്ട് ചെയ്യലുണ്ടോ? വോട്ട് ചെയ്യലുണ്ട്. നിർബന്ധമായിട്ട് സൈലന്റ് ആയിട്ട് വോട്ട് ചെയ്യും. ഇവിടെ മിക്കവാറും ജോയി ജയിക്കാൻ സാധിക്കും. അതുകൊണ്ടാ ജോയിന്റെ പേര് പറയുന്നത്. ഈ 15 വർഷമായിട്ട് KT ജലീൽ നല്ല MLA 10 വർഷം വളരെ സജീവമായിരുന്നു. പക്ഷേ 5 വർഷ കാലയളവിൽ അദ്ദേഹം ഇവിടെ മത്സരിക്കണില്ല എന്നുള്ള മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്തായിട്ടുണ്ട്,
ഇവിടെ ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല. ഇല്ല. അതിന്റെ പേരിൽ മറ്റേ ജോയി ജയിക്കാൻ സാധ്യത ആണ്. കെട്ടിച്ചെല്ലി ജയിക്കുന്നു. എന്തുകൊണ്ടാ KT ജലീലിന്റെ പേര് പറയുന്നത്? കെട്ടിച്ചെല്ലി ഈ നാട്ടിൽ നടക്കുന്നതാണ്, ഈ നാട്ടുകാർക്ക് അറിയുന്നതാണ്. ആ. കെട്ടിച്ചെല്ലി എന്തായാലും ജയിക്കും. ആണ്. പിന്നെ കോൺഗ്രസിനെ നമുക്ക് നമ്പി വോട്ട് ചെയ്യാൻ പറ്റില്ല, ആ. ഒരു നിലക്കും പറ്റില്ല. ജോയി മതി. എന്തുകൊണ്ടാ ജോയി മതി എന്ന് പറയുന്നത്? ഒരു മാറ്റം വേണം. ആണോ? മാറ്റം വേണമെന്ന് പറയുന്നത്. വേണം. എന്തുകൊണ്ടാ മാറ്റം? മാറ്റം ഒരുപാട് കാര്യങ്ങളുണ്ട്. ആണോ? ജലീൽ ജയിക്കാനത് എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? വികസനം പിന്നെ ഒന്നാമത്തെ നല്ല ഗ്ലാമർ ചെക്കനാണ്. ജലീല് പിന്നെന്താ ജലീലിനെക്കാളും വലിയ ഗ്ലാമറാണ് ജോയി എന്നാ പറയുന്നത്. ഇല്ല, ജോയി ആവൂല. കുറച്ചുപാട് ഗ്ലാമർ കുറവുണ്ട്. ആണോ? ജോയി ഗ്ലാമർ ഉണ്ട്, ആ. പക്ഷെ എങ്ങനെ കുറവുണ്ട്. ആണ്. ജോയിയാണ് ജയിക്കുക. എന്തുകൊണ്ടാ ജോയിന്റെ പേര് ഏറ്റവും പറയുന്നത്? കൂടുതൽ ഇപ്പോ പ്രചരണത്തിലുള്ളത് 30 തന്നെയാണ്. ആണോ? ആ. അങ്ങനെയാണ്. ഏറ്റവും ട്രെൻഡ് 30 തന്നെയാണ്. ആണ്. അതുകൊണ്ട് ജോയി ജയിക്കുന്ന ജോയി ഉറപ്പാണ്. ആര് ജയിക്കുന്ന എനിക്കറിയില്ല, പക്ഷെ ജോയി വന്നോട്ടെ. അതെന്താ അങ്ങനെ? അയാളെ ഇഷ്ടമാണ് മൊത്തത്തില്. എന്താണ് ഇഷ്ടം? ഇഷ്ടം ഫോട്ടത്തിൽ കണ്ടതുകൊണ്ട്. ഞാൻ ആണോ? പറഞ്ഞില്ല അന്ന് രാഷ്ട്രീയത്തിൽ വലിയ പിടിപാടൊന്നും ഇല്ലാത്ത, അതുകൊണ്ടാണ്. പക്ഷെ ആള് ഫോട്ടോത്തിൽ കണ്ട ഗ്ലാമറാണ്, അതുകൊണ്ടാണ്. ആണ്. KT ജലീലിനെക്കാളും ഗ്ലാമറാണ്. അതെ അതെ. അതുകൊണ്ട് സുന്ദരനാണെന്നാണ് സുന്ദരനാണ്. ഇപ്രാവശ്യം ആള് ജയിക്കട്ടെ എന്നാ അയാളെ പറയുന്നത്. ജയിക്കട്ടെ. ആണോ? അങ്ങനെ ഒരു സംഭവം എന്താണ്? അതൊക്കെ പറഞ്ഞല്ലോ. ആണ്. അയാളെ കണ്ടിട്ട് തന്നെ. ജലീല്. എന്തുകൊണ്ടാ ജലീലിന്റെ പേര് പറയുന്നത്? എല്ലാ കൂടുതലും ആൾ തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നത്. ആണോ? എല്ലാം ചെയ്തതെല്ലാം മൂപ്പരാണോ? അതുകൊണ്ടാണ്. ജോയി ജയിക്കണം. ജോയി. എന്തുകൊണ്ടാ ജോയിന്റെ പേര് പറയുന്നത്? ജോയിന് പേര് 2-3 കൊല്ലായിലിപ്പോ കെട്ടിച്ചെല്ലി ജയിക്കണേ. ഇവിടെ എന്തൊക്കെ ചെയ്തേ, കുറെ പാലം ഉണ്ടാക്കി തരാം, പാലം കിടക്കി പണി കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പണി, അതിന് ചോർച്ച നിർത്താണ്ട് പല പണിയുണ്ട്. അതിനൊരു മാറ്റം വരട്ടെ, മാറ്റം വരണമെന്ന് പറയുന്നത്. ജോയി വരട്ടെ എന്നാണ് നമ്മളെ അഭിപ്രായം. ആണ്. തവനൂരൊരു മാറ്റം വേണം. ആണോ? മാറ്റം വേണോ? അതുകൊണ്ട് ആര് ജയിക്കും? ജോയി ജോയി ജയിക്കും. എന്തുകൊണ്ടാ ജോയി ജയിക്കും എന്ന് പറയുന്നത്? മാറ്റത്തിന് വേണ്ടിയിട്ടാണോ? മാറ്റത്തിന്. KT ജലീല് 2 വട്ടം ജയിച്ചു പോയ ആളാണ്. ആ. ഇനി മൂന്നാമതൊരു തോൽപ്പിക്കാനുള്ള ഒരു അവസരം ഇല്ലല്ലോ. ആ. ജയിക്കാൻ തന്നെയാണ് ആ. ആള്. നമ്മള് UDF ജയിക്കുന്ന നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് UDF ജയിക്കുന്നു പറയുന്നത്. അതങ്ങനെയാണ് കാഴ്ചപ്പാട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മളങ്ങനെ പറയുന്നത്. നമ്മളിപ്പോ UDF ജയിക്കുന്നതാണ് നമ്മളെ കാഴ്ചപ്പാട്. ജോയി ജയിക്കുന്ന പറയുന്നത്. ജോയി ജയിക്കും. എന്തുകൊണ്ടാ ജോയി ജയിക്കുന്നത്? ജോയി ജയിക്കും. ഇതുവരെയ്ക്കും പ്രവർത്തിച്ച പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത്, മറ്റുള്ളവർ പ്രവർത്തിച്ച എന്താണെന്നുള്ളത് അതിനനുസരിച്ച് ജോയിക്ക് മാറ്റം ഉണ്ടാവും. ജയിക്കും. ആണ്. ഇവിടെ KT ജലീൽ ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വികസനം തന്നെ ജയിക്കുന്ന പറയുന്നത്. ജയിക്കും. ഈ മണ്ഡലത്തിൽ VS ജോയി. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതായത് മുന്നേ നടന്ന 15 വർഷക്കാലം KT ജലീലായിരുന്നു ഈ ഭാഗത്തെ MLA, ഈ മണ്ഡലത്തിലെ MLA. ആദ്യത്തെ 5 വർഷം കുഴപ്പമില്ലാതൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. പിന്നീടുള്ള 10 വർഷവും ഈ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് മാത്രമല്ല, ഇവിടെ കുടിവെള്ളം എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ്. അതാകെ മുട്ടിച്ചു എന്ന് തന്നെ അതിനെ കൊണ്ട് പറയാം. ജോയി ജയിക്കുന്ന പറയുന്നത്. ജോയി നിർബന്ധമായിട്ട് ജയിക്കും. KT ജലീൽ ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ തുപ്രക്കോട് പഞ്ചായത്തിലെ ഈ കാണുന്ന റോഡുകളെല്ലാം നോക്കി ഒക്കെ ജലീലിന്റെ ഫണ്ട് ആണ്. അപ്പൊ അവർ ജലീൽ ജയിക്കും. ജയിക്കും. 100% ജയിക്കും. ജോയി ജയിക്കും. ജോയി. എന്തുകൊണ്ടാ ജോയിന്റെ പേര് പറയുന്നത്? ജോയി ഇപ്പത്തെ ട്രെൻഡ് അതാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ജോയി ജയിക്കും എന്നുള്ളതാണ് നമ്മളെ. ആണോ? അതാണ് ജോയി ജയിക്കുന്ന പറയുന്നത്. ജോയി ജയിക്കും. ജോയി ഒരു 5000-6000 വോട്ടിന് ഒരു ലക്ഷത്തിന് ജയിക്കും. KT ജലീൽ ജയിക്കാനോ? എന്തുകൊണ്ടാ KT ജലീലിന്റെ പേര് പറയുന്നത്? KT ജലീലാണ് ഞങ്ങളുടെ നായർത്തോട് പാലത്തിന്റെ നേതൃത്വത്തിൽ നടത്തി തന്നത്. ആണ്. അതുകൊണ്ട് KT ജലീൽ ജയിക്കണം പറയുന്നത്. ജയിക്കണം എന്ന് പറയുന്നത്. അല്ലേ? മുൻ ഭരണവും ഒരു തുടരണം എന്നാണ് ആഗ്രഹം. ഭരണം തുടരുന്നത്. പിണറായി വിജയന്റെ ഭരണം തുടരുന്ന പറയുന്നത്. ഒരു 15 കൊല്ലം ആയില്ലേ, 10 കൊല്ലം കഴിഞ്ഞില്ലേ. അപ്പൊ എല്ലാരും ആഗ്രഹിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ ആളാണ് നിങ്ങൾ. അതൊക്കെ. അപ്പൊ പിന്നെ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? മാറ്റം എപ്പോഴും നല്ല മനുഷ്യ സാധാരണക്കാർക്ക് ഗുണം കിട്ടുന്നതാണ് മാറ്റങ്ങൾ ഇടക്ക്. അതെ. അപ്പോഴല്ലേ ഒന്നുകൂടി അല്ല, അപ്പൊ ഇടതുപക്ഷത്തിന്റെ ആളായ സ്ഥിതിക്ക് KT ജലീൽ ഒന്ന് മാറണമെന്ന് നിങ്ങൾ എന്തിനോട് ചിന്തിക്കുന്നത്? 100% ഞാൻ പറയാതിരിക്കല്ല. അത് എനിക്ക് തോന്നണ്ട, എങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്. ജോയി ജയിക്കും. ജോയി. എന്തുകൊണ്ടാ ജോയിന്റെ പേര് പറയുന്നത്? ജോയി നല്ല യുവത്താണ്. യുവത്താണോ? അതുകൊണ്ടാണ് ജയിക്കും പറയുന്നത്. ജയിക്കുമെന്ന്. KT ജലീലോ? KT ജലീല് 6000 വോട്ടിന് തോൽക്കും. ആണോ? അതെന്താ അങ്ങനെ പറയുന്നത്? ജലീലിന് എല്ലാവർക്കും മടുത്തണ്. എന്തോ 2.5 വർഷം ഇവിടെ നാട്ടിലല്ല. ഉള്ള അഭിപ്രായം 3 ആളും ജയിക്കണം എന്നുള്ളത്. 3 ആൾ ജയിക്കണം. അപ്പൊ പിന്നെ എങ്ങനെ ആരെങ്കിലും ഒരാളെ പറയാമോ? അത് പറ്റൂല. ഇല്ല, അറിയില്ല. പറ്റൂല. ജലീൽ മതി. എന്തുകൊണ്ടാ ജലീൽ മതി എന്ന് പറയണേ? നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും അല്ല, ഒരാളാണ് ഇത് പറയാം. അങ്ങനെ അല്ല, നിങ്ങൾ പറയാം. നമുക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്. ആണ്. ജലീലിനോടാണ് താല്പര്യം. ആര് ജയിക്കും എന്നല്ല, നമുക്കിപ്പോ KT ജലീൽ തോൽക്കണം. അതാണ് നമ്മളൊരു എങ്ങനെ ഒരു മെച്ചം ഇതൊന്നും ഇവിടെ കാണില്ല. KT ജലീൽ തോൽക്കണം. അതെന്തുകൊണ്ടാണ്? അതന്നെ ഇപ്പൊ കൂടുതൽ ആൾക്കാരും ആഗ്രഹം തന്നെയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്? ഭരണത്തിന്റെ മെച്ചം കൊണ്ട് ആണ്. അതുകൊണ്ട് തോൽക്കണം എന്നാ പറയുന്നത്. അപ്പൊ ജോയിയോ ജയിക്കണം? ജോയി ജയിക്കണം. അതന്നെയാണ് ഇപ്പൊ നമ്മളെ ആവശ്യം. BJP സ്ഥാനാർത്ഥിയോ? BJP അതിൽ നമുക്ക് ഇതില്ല. ഇല്ല. ആര് ജയിക്കാന്ന് പറഞ്ഞാൽ KT ജലീൽ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതായത് വികസനം നല്ലുണ്ട്. നമ്മളെ 10 കൊല്ലം എടപ്പാള് പാലം, നായർത്തോട് പാലം, കൂട്ടായി പാലത്തിന്റെ പണി നടക്കണം. പിന്നെ ഓരോരുത്തർ പറയും വികസനം. അവനവന്റെ മുറ്റത്തൊന്നും വികസനം എത്തൂലല്ലോ.
പഞ്ചായത്തുണ്ട് 7 പഞ്ചായത്തിന്റെ ഉള്ളിലല്ലേ ഇത് നടക്കുള്ളൂ. അപ്പോ കെ ടി ജലീൽ ജയിക്കാന്ന് പറയുന്നത് 100% അറിയില്ല. എന്താ അറിയാത്തെ? അറിയില്ല. ഒരു മാറ്റം ആവശ്യമല്ലേ? മാറ്റം ആവശ്യമാണോ? എനിക്കറിയില്ല. നിങ്ങളാ പറയാം. മാറ്റം ആവശ്യമാണ്. ആര് ജയിക്കും? പിണറായി സാറിന് കൂടി നമുക്ക് ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല, ഉപകാരം തന്നെ ഉണ്ടായിട്ടുള്ളൂ. പെൻഷനും കാര്യം മറ്റും മറിച്ചൊക്കെ ശരി. പക്ഷെ എങ്കിലും ഒരു മാറ്റം ആവശ്യം. അപ്പൊ ജോയിക്കാണ് ഈ പ്രാവശ്യം വോട്ട്. എന്ന് അത് പറയാൻ പറ്റില്ല. മാറ്റം ആവശ്യമ്പോ എന്നാ ബി ജെ പിക്ക് ചെയ്യോ? അതുണ്ടാവില്ല. അല്ല, അപ്പൊ ജോയിക്ക് ചെയ്യും ചെയ്യുന്നു വിചാരിക്കുക. ഞങ്ങൾ പറഞ്ഞ ഓരോ ഘട്ടങ്ങളും ഒക്കെ ജലീൽ വന്ന് നേരാക്കി. അതുകൊണ്ട് ജലീൽ ജയിക്കണം എന്ന് പറഞ്ഞേ അല്ലേ? ഈ തവനൂർ മണ്ഡലത്തില് VS ജോയി. എന്തുകൊണ്ടാ VS ജോയിന്റെ പേര് പറയുന്നത്? VS ജോയി എന്ന് പറഞ്ഞ ഒരു നല്ലൊരു യുവ നേതാവാണ്. പിന്നെ ഒരു നല്ലൊരു ഇതാണ്. പിന്നെ KT ജലീലിന്റെ ചില വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ ഇപ്പോൾ ഈ തവനൂർ മണ്ഡലത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷമായിട്ട് ഈ വഴിക്ക് വന്നിട്ടില്ല എന്നുള്ള ഒരു നല്ലൊരു പ്രവർത്തനം ഒന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ജോയി ജയിക്കണം എന്ന് പറയുന്നത്. ജോയി ജയിക്കും എന്ന് പറഞ്ഞ രാഷ്ട്രീയമല്ല പറയാൻ കഴിയോ? പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാ പറയാൻ കഴിയാത്തെ? രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഇല്ല. ആർക്കാ വോട്ട് ചെയ്യല്? അങ്ങനെയൊന്നുമില്ല. ആർക്കെങ്കിലും വോട്ട് ചെയ്യും? ജലീലായിരിക്കും. എന്തുകൊണ്ടാ KT ജലീലിന്റെ പേര് പറയുന്നത്? അപ്പൊ KT ജലീൽ ജയിക്കും എന്ന് പറയുന്നത്? ചോദ്യം അറിയില്ല. രണ്ടും കറക്റ്റ് ആയിട്ടാണ്. രണ്ടും കറക്റ്റ് ആയിട്ടാ. അതുകൊണ്ട് ആര് ജയിക്കും പറയാൻ പറ്റുമോ? ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. ഇല്ല. അല്ല, ജനങ്ങൾ വിധിയായിട്ടാണ്. അതങ്ങനെ ഇത് പറയാൻ പറ്റില്ല. അതെന്തുകൊണ്ടാ പറയാൻ പറ്റാത്തെ? ഞങ്ങൾ അങ്ങനെ ഒരു പാർട്ടിയിലും ഇല്ലാത്ത ആൾക്കാരാണ്. ഇല്ല. വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറുണ്ട്. ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചെയ്യും. അതാരാ അപ്പൊ ഈ പ്രാവശ്യം ഇഷ്ടമുള്ള ആള്? ഇഷ്ടമുള്ള ആള് രണ്ടുകൂട്ടരെ ഇഷ്ടമാണ്. ജോയിന് KT ജലീലിന് ഇഷ്ടമാണ്. ആർക്കാർക്കും നിങ്ങൾ ചെയ്യാം? ആരെങ്കിലും ഒരാൾക്ക് ചെയ്യും. അങ്ങനെയാണ്. വല്ലാത്ത ചോദ്യം, ചെറിയ ചോദ്യമാണ്. ആര് ജയിക്കണമെന്ന് പറഞ്ഞാലും എന്താ പറയാ, നിങ്ങളുടെ അഭിപ്രായത്തിൽ കോൺഗ്രസ് ആണോ, ഇടതുപക്ഷമാണോ, ആരാ വേണ്ടത്? BJP ആണോ, ആരാ വേണ്ടത്? എന്തായാലും നല്ല സ്ഥാനാർത്ഥി ജയിക്കട്ടെ. നല്ലൊരു സ്ഥാനാർത്ഥി ജയിക്കും. ആര് ജയിക്കും എന്നുള്ളതാണ്. ആര് ജയിക്കും എന്നുള്ളത് എനിക്ക് എങ്ങനെയാണ് ഉറപ്പിച്ച് പറയാൻ വയ്യ. എന്തായാലും കടുത്ത മത്സരമായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ജലീല് ഒക്കെയാണ്. ഞങ്ങളൊരു പരിചയസമ്പന്നനാണ്. പിന്നെ വേറെ അതന്നെ. പിന്നെ ഇയാളിപ്പോ നല്ല മനുഷ്യനാണെന്നൊക്കെ എല്ലാരും പറയുന്നത്. ഞാൻ എവിടെയാണ് വിശ്വസിക്കേണ്ടത്? ഞാൻ എവിടെ നിൽക്കണം? എവിടെ ഞങ്ങൾ മൊത്തത്തിൽ ഇടതുപക്ഷത്തിന്റെ ആൾക്കാരാണ്. പക്ഷെ ഞങ്ങൾ കൺഫ്യൂഷനിലാണ്. അതെ, കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇവിടെ നമുക്ക് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. എന്നാൽ നിങ്ങളുടെ കാഴ്ചപ്പാടില് ഇല്ല, പറയാൻ പറ്റൂല. ആർക്കാ തോന്നുന്നു അപ്പാണ്ട് ചെയ്യും. അത്രേ ഉള്ളൂ. ആ സമയത്ത് തോന്നുന്ന ആർക്കാണ്ട് ചെയ്യും. അവർക്കാണ് ചെയ്യും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആര് ജയിക്കുന്നപ്പോ നമുക്കൊന്നും പറയാൻ പറ്റൂല. എന്തുകൊണ്ടാ പറയാൻ പറ്റാത്ത? ഓരോരുത്തരെ യോഗ്യഭാഗ്യം പോലെ അവരുടെ പ്രവർത്തനം എങ്ങനെയുണ്ട് അങ്ങനെ. നിങ്ങൾ വോട്ട് ചെയ്യലുണ്ടോ? വോട്ട് ചെയ്യലുണ്ട്. ജോയി ജയിക്കണമെന്നാണ് ആഗ്രഹം. ജോയി. എന്തുകൊണ്ടാ ജോയിന്റെ പേര് പറയുന്നത്? ഒരു മാറ്റം വേണോ? മാറ്റം വേണം. തവനൂർ മാറ്റം വേണോ? എന്തിനാ മാറുന്നേ? അതന്നെ ഒരു വികസനം വരണം എന്നുള്ള പുതിയതൊരു വികസനം ഇല്ലേ? അല്ല, ഒന്നും കൂടെ ഒരു മാറ്റം വരണം എന്നുള്ള ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ജോയി എന്തുകൊണ്ടാ ജയിക്കണം എന്ന് പറയുന്നത്? ജോയി 15 വർഷമായിട്ട് KT ജലീലിനാണ്. ഒരു മാറ്റം വേണം. എന്തിനാണ് മാറ്റം വരുന്നത്? മാറ്റം വികസനത്തിന് വേണ്ടി ആണ്. വികസനം ഉണ്ടോ അവിടെ? വികസനം ഇപ്പൊ ഇല്ല. അതുകൊണ്ടാണ് ജോയി വരണം എന്ന് പറയുന്നത്. അതെ അല്ലേ? ജോയി എന്തുകൊണ്ടാ ജോയിന്റെ പേര്? എന്താന്ന് വെച്ചാൽ ഞങ്ങൾ കുറെ അങ്ങോട്ട് കുത്തിക്കണം, ഇനി ഒന്നും ഇങ്ങോട്ട് കുത്താന്നുള്ള കുറെ അങ്ങോട്ട് കുത്തിക്കണം, കുറെ ഇങ്ങോട്ട് കുത്താ അല്ലേ? എന്താണ്? ഞങ്ങളൊരു ജോലി പ്രവർത്തകനും കൂടിയാണ്, അനുഭവിയാണ്. അപ്പൊ അവിടെ വരും. ജലീല ജയിക്കണം എന്ന് പറയുന്നത്? എനിക്ക് അങ്ങനെ സാറേ പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാ? എനിക്കറിയില്ല. എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? ഞാൻ സുമാർ വന്നിട്ട് ഒരു 10-15 കൊല്ലാവും. ഇവിടെ വോട്ടുണ്ടല്ലോ അല്ലേ? ആർക്കാ വോട്ട് ചെയ്യാ? ആരാ ജയിക്കേണ്ടത്? നമുക്ക് എങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മൾ പറയാനെങ്ങനെ പറ്റും? അതാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങളെ മണ്ഡലത്തിലെ ആൾക്കാർ ആരാ നല്ല ആൾക്കാർ നിങ്ങൾക്ക് അറിയില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ജോയി എന്തുകൊണ്ടാ ജോയിന്റെ പേര് പറയുന്നത്? ജോയിയാണ് ഇവിടെ ഇപ്പൊ ജയിക്കാനുള്ള കാരണം. ആണോ? എന്തുകൊണ്ടാ ജോയി ജയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്? ഒരു വികസനം കൊടുത്തിട്ടില്ല ഇവിടെ. ആര്? KT ജലീൽ. ആണോ? അപ്പൊ ജോയി വരണം എന്നാ പറയുന്നത്? എന്നാലും എല്ലാ പഞ്ചായത്തോട് UDFന്റെ കയ്യിലാണ്. പിന്നെ രണ്ടു ചാൻസ് ഉണ്ട്. എന്നാലും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആരാണ്? അങ്ങനെ എനിക്കറിയില്ല. കാഴ്ചപ്പാടിൽ ആര് ജയിക്കാനാ സാധ്യത? ഒരു സാധ്യത ഉണ്ടാവുമല്ലോ. പ്രാവശ്യം പഞ്ചായത്തൊക്കെ UDFന്റെ കയ്യിലാണ്. കഴിഞ്ഞ പ്രാവശ്യം വ്യത്യാസം ഉണ്ടായിരുന്നു. രണ്ടു കൂട്ടർക്കും ചാൻസ് ഉണ്ട്. ജലീല് വ്യക്തിപരമായിട്ടുള്ള വോട്ട് പിടിക്കും, ജോയി UDFന്റെ വോട്ട് പിടിക്കും. ആര് ജയിക്കും എന്നുള്ളതാണ് അതെനിക്കറിയില്ല. രണ്ട് തോണിയിലും കാലിട്ടില്ല അല്ലേ? അറിയില്ല അല്ലേ? ജോയി ജയിക്കും. എന്തുകൊണ്ടാ ജോയിന്റെ പേര് പറയുന്നത്?
ഇവിടുത്തെ വികസനം കൊണ്ട് ജോയി ജയിക്കുന്ന പറയുന്നേ ജയിക്കും. ജോയി ജയിക്കണം എന്നാണ്. അതുകൊണ്ടാ ജോയിന്റെ പേര് പറയുന്നേ? എന്തുകൊണ്ടാണ് ജോയിന്റെ പേര് പറയുന്നത്? ഒരു പുതിയ ആളല്ലേ ഇവിടെ. ജയിക്കട്ടെ എന്നാ പറയുന്നേ? അങ്ങനെയാണോ? എന്തുകൊണ്ടാ KT-ന്റെ പേര് പറയുന്നേ? ആണോ ജയിക്കുന്ന പറയുന്നേ? ആര് ജയിക്കുന്നല്ലത്. കാരണം ജനങ്ങൾ വോട്ട് ചെയ്താലല്ലേ ജയിക്കാൻ പറ്റുള്ളൂ. ആര് ജയിക്കണമെങ്കിലും നല്ല പ്രവർത്തനം ആര് ചെയ്യുന്നുണ്ടോ അവർക്ക് മുൻഗണന ഉണ്ടാവും. ആരാണ് ചെയ്യാൻ? ആരെ ചെയ്യണമെങ്കിൽ 5 കൊല്ലം ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ, മരിച്ച ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ ഇനിയും ഭരണത്തിൽ വരുന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. ജോയി ജയിക്കും. എന്തുകൊണ്ടാ ജോയിന്റെ പേര് പറയുന്നേ? എന്തുകൊണ്ട് ജോയിന്റെ പേര് പറഞ്ഞെന്ന് പറഞ്ഞാൽ നല്ലൊരു യുവാവ്, ചെറുപ്പക്കാരൻ, വിദ്യാഭ്യാസമുള്ള ആള്, DCCന്റെ ചെറുപ്പത്തിലെ DCCന്റെ പ്രസിഡന്റ് ആയ വ്യക്തി. അതുകൊണ്ട് ജോയി ജയിക്കുന്ന പറയുന്നേ? ജയിക്കും. എന്തായാലും UDF ഭരണത്തിൽ വരണം. ആണോ? UDF-ന്റെ പേരെന്തുകൊണ്ടാ പറയുന്നേ? അല്ല, അതിപ്പോ എന്താ പറയാ, ചില കാര്യങ്ങൾ നമുക്ക് അവർക്ക് യോജിപ്പില്ല. ആരോട്? LDF-നോട്. LDF-നോട്. അതുകൊണ്ട് UDF വരണം എന്നാ പറയുന്നേ? ഇനിയിപ്പോ 10 വർഷമായില്ലേ, ഇനിയിപ്പോ മറ്റൊരൊന്ന് ഭരിച്ചു നോക്കട്ടെ. ജോയി വരട്ടെ എന്നാ പറയുന്നേ? ജോയി വരട്ടെ. ഇവിടെ MLA ഇപ്പൊ 15 വർഷമായി ജലീല്. അപ്പൊ ഇനിയിപ്പോ ആൾക്കാർ പറഞ്ഞ കുറ്റങ്ങൾക്ക് മറ്റൊരു നികത്തട്ടെ എന്നുള്ളൊരു തീരുമാനമാണ്. ആര് ജയിക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ നാടിന്, നാട്ടുകാർക്ക് ഉപകാരമുള്ള സ്ഥാനാർത്ഥി ആരാണ് ജയിക്കേണ്ടത്? അത് നമുക്ക് പറയാൻ പറ്റില്ല. ആർക്ക് ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇവിടെ ആര് ജയിക്കണം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തിന്, സമൂഹത്തിന്, നമ്മുടെ രാജ്യത്തിന് ഗുണമുള്ള ആള്, രാഷ്ട്രീയ വാരിസിലല്ല ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആരെയാണ് മനസ്സിലാക്കുന്നത്? ഇവിടെ ആര് വരണം എന്നാ പറയുന്നത്? ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും UDF വരണം എന്നാണോ? അങ്ങനെ തറപ്പിച്ച് പറയാൻ ഞാൻ മാറ്റം വരണം എന്നാണോ നിങ്ങൾ പറയുന്നത്? മാറ്റം നിർബന്ധമാണ്. കാരണം മാറുമ്പോഴാണല്ലോ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ഒരു ഗുണം ആളുകൾക്ക് കിട്ടുക. ശരി, അപ്പൊ ഇവിടെ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പൊ അത് മാറണം എന്നാ പറയുന്നത്? ഒരു മാറ്റം നല്ലതല്ലേ? ജോയി ജയിക്കണം എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും ഒരു മാറ്റം നല്ലതാണെന്ന് ഞാൻ വീണ്ടും പറഞ്ഞു. ജോയി ജയിക്കണം എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും ആണ്. അതെന്തുകൊണ്ടാ പറയുന്നത്? അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, മാറ്റം വരുമ്പോ ഒരാൾ തന്നെ ഒരു ടീമിൽ തന്നെ ഭരിക്കുമ്പോ അവർക്ക് അതിന്റേതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. മാറ്റം വരണം എന്നാ പറയുന്നത്? ജലീല്. എന്തുകൊണ്ടാ ജലീലിന്റെ പേര് പറയുന്നത്? മറ്റൊരു UDF 18 മാസം പെൻഷനാ വാക്കിയാക്കിയത്. അതുകൊണ്ട് ജലീൽ ജയിക്കുന്ന പറയുന്നത്? അവര് ഇപ്പൊ വാക്കില്ല. ജലീൽ ജയിക്കുന്ന പറയുന്നത്? ഏപ്രിലത്തെ പെൻഷൻ വരെ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കും. ജലീൽ ജയിക്കുന്ന പറയുന്നത്? ആര് ജയിക്കണം വെച്ചാല് ഒരു 10 വർഷമായിട്ട് ഒരു മാറ്റം വേണം. അത്രേ ഉള്ളൂ. അപ്പൊ ആര് ജയിക്കണം? ജോയി ജയിക്കണം. ജോയി ജയിക്കണം. എന്തിനാ ജോയി ജയിക്കണം എന്ന് പറയുന്നത്? മാറ്റം കൊണ്ടുവരാനാണോ? മാറ്റം കൊണ്ട് ആണ്. UDF ജയിക്കണം എന്ന് പറയുന്നത്? ജയിക്കണം. ജലീൽ തന്നെ. എന്തുകൊണ്ടാ ജലീലിന്റെ പേര് പറയുന്നത്? എന്ന് പറഞ്ഞാല് ഇന്നിപ്പോ ഞാൻ പറയാ ഒന്നും പറയണ്ട, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇല്ല. ജോയി ജയിക്കും. ജോയി. എന്തുകൊണ്ടാ ജോയിന്റെ പേര് പറയുന്നത്? ജോയി നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യനാണോ? നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള മനുഷ്യനാണ്. ആണോ? അതുകൊണ്ട് ജോയി ജയിക്കുന്ന പറയുന്നത്? ജോയി ജയിക്കും. ജോയി. എന്തിനാ ജോയിന്റെ പേര് പറയുന്നത്? ജോയി നല്ല പ്രവർത്തകനാണ്. പിന്നെ ഇനി UDF ഭരണത്തിൽ വരണം. അങ്ങനെയാണ് ആഗ്രഹം. അതുകൊണ്ടല്ലേ KT ജലീല്. എന്തുകൊണ്ടാ KT-ന്റെ പേര് പറയുന്നത്? KT-ന് ഒരു മുഖപരിചയത്തിന്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം ഈ മണ്ഡലത്തില്. അതുകൊണ്ട് അറിയാം. അതെ, അതുകൊണ്ട് KT ജലീൽ ജയിക്കും. താവന്നൂർ മണ്ഡലത്തിൽ ജയിക്കാന്ന് പറഞ്ഞാല് ഇവിടെ പഴയ കാലത്ത് നോക്കുകയാണെങ്കിൽ 5 കൊല്ലം LDF ഭരിക്കും, 5 കൊല്ലം UDF ഭരിക്കും. അങ്ങനെയുള്ള ഇതാണ് 59 മത്സരത്തിലുള്ള ഇത് വരുന്നത്. ഈ പ്രാവശ്യം ഇപ്പോൾ 10 കൊല്ലമായിട്ട് ഈ പിണറായി വന്നതിന്റെ പേരിൽ ചിലപ്പോൾ ഭരണമാറ്റം ഉണ്ടായിക്കൂടായില്ല. നിങ്ങൾക്ക് ആര് ജയിക്കണം എന്നുള്ളതാണ്? ഞാൻ അങ്ങനെ നിഷ്പക്ഷമാണ്. ഞാൻ പറയില്ല. കൺഫ്യൂഷൻ മാറ്റി വെക്കാണ്. പറഞ്ഞാൽ കൊടുക്കുന്ന വെച്ചിട്ട് പറഞ്ഞാൽ കൊടുക്കുന്നുള്ള ഇതല്ല. UDF എന്തുകൊണ്ടാ? 10 കൊല്ലം മറ്റൊരു ഭരിച്ചത് മാറി ഭരിക്കണം. ആണോ? മാറി ഭരിക്കണം എന്ന് പറയണം. അപ്പൊ UDF ജയിക്കണം എന്ന് പറയണം. ആര്? ജോയിയാ? ജോയി. ജോയി എന്ന് പറഞ്ഞാല് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒന്നും പറയാൻ പറ്റാത്ത തരംഗങ്ങൾ രണ്ടു ഭാഗത്തുണ്ട്. അതുകൊണ്ട് പറയാൻ പറ്റില്ല. നമ്മുടെ മണ്ഡലത്തില് പിന്നെ KT ജലീല്. എന്തുകൊണ്ടാ KT ജലീലിന്റെ പേര് പറയുന്നത്? ഓനിവിടെ നല്ല വികസനമൊക്കെ ചെയ്തല്ലേ, എല്ലാ കാര്യം കൊണ്ട്. ജയിക്കുന്ന 100%. ആര് ജയിക്കണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ജയിക്കണം. എന്തുകൊണ്ടാ കോൺഗ്രസിന്റെ പേര് പറയുന്നത്? കോൺഗ്രസ് ജയിക്കണം എന്ന് പറയാനുള്ളത് ഇന്നിപ്പം അതായത് ഇതിന് മുന്നേ ഒരു MTC ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ടായിരുന്നു ഇവിടെ. അത് പ്രൈവറ്റ് ആയിട്ട് വന്നു. പക്ഷേ അത് ഗവൺമെന്റ് ഏറ്റെടുത്തതോടെ കൊള്ള പലിശയായി അവിടെ. അതോടെ ഇപ്പം ഇന്നിപ്പം എൻ്റെ ബാങ്കിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്, ലോണിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. നാളെ വന്നിട്ട് പിന്നെ വീട്ടിൽ മറ്റേ ജപ്തിക്ക് വെച്ചിരുന്നു. അപ്പോൾ ജപ്തി ലാസ്റ്റാണ്, ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആണ്. അതിപ്പോൾ ഈ ഗവൺമെന്റ് മാറിക്കഴിഞ്ഞാൽ ആ ബാങ്കിന് ഒരു മാറ്റം, കൊള്ള പലിശ ഈ സർക്കാർ വേണ്ടെന്ന് പറയുന്നത്. പിന്നെ ഉടച്ചു നീക്കണം, അത്രേ ഉള്ളൂ. ആര് ജയിച്ചാലും കുഴപ്പമില്ല. വോട്ട് ചെയ്യലുണ്ടോ? വോട്ട് ചെയ്യലും. ആർക്കാണ് അപ്പൊ തോന്നുന്ന ആൾക്കാർക്ക് ചെയ്യും. മനസ്സിലൊരാളുണ്ട് അല്ലേ?
ഉണ്ട്. എല്ലാ ഇലക്ഷൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യും. ആണ് പറയില്ല. അറിയില്ല. ജലീല് എന്തുകൊണ്ടാ ജലീലിന്റെ പേര് പറയുന്നത്? സൂപ്പർ ആളാണ്, ആണോ? അതുകൊണ്ടാ വരുന്നത്. നല്ല വികസനം. നമുക്ക് 95% ജലീൽ തന്നെയാണ്. ജലീല്. എന്തുകൊണ്ടാ ജലീലിന്റെ പേര് പറയുന്നത്? ജലീൽ ഇവിടെ ഒന്നാമതായിട്ട് നാട്ടുകാരായിട്ട് നല്ല ബന്ധം. നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു ഒരു മിനിറ്റ് പറയാം. നമ്മുടെ നാട്ടില് ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. ആര്? ജലീലിന്. അതുകൊണ്ട് ജലീലിരിക്കും. UDF ആവുമെന്ന് വിചാരിക്കുന്നു. അതെന്തുകൊണ്ടാ UDF ആവുമെന്ന് വിചാരിക്കുന്നു പറയുന്നത്? ഒന്ന് വാഴമാറ്റം വേണ്ടേ? വേണോ? വേണമെന്നാ പറയുന്നത്. ജോയിയാ ജയിക്കുന്നു പറയുന്നേ ആണ്. അങ്ങനെയാണോ? ആയിരിക്കും. KT ജലീൽ. എന്തുകൊണ്ടാ KT ജലീലിന്റെ പേര് പറയാം? വികസനം കൊണ്ട് ആണ്. അതുകൊണ്ടാ പറയുന്നത്. KT ജലീൽ. എന്തുകൊണ്ടാ KT ജലീലിന്റെ പേര് പറയുന്നത്? വികസനം കൊണ്ട് ആണ്. അതുകൊണ്ടാണ്. ഇവിടെ രണ്ടു കൂട്ടർക്കും ഒരേമാതിരി പ്രതീക്ഷയുള്ള ഒരു സ്ഥലമാണ് ഈ പ്രാവശ്യം. മുമ്പാണെന്നുണ്ടെങ്കിൽ ആര് ജയിക്കും എന്നുള്ളതാണ് സാധ്യത. രണ്ടു കൂട്ടർക്കും സാധ്യത ഉണ്ട്. ആണ്. പറയാൻ കഴിയില്ല. KT ജലീലേക്ക് എന്തുകൊണ്ടാ KT ജലീലിന്റെ പേര് പറയുന്നത്? 2 പ്രാവശ്യം ജയിച്ചാണല്ലോ. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ജയിക്കട്ടെ എന്ന് പറയുന്നത്. എന്നടാ പേര്? ജോയിയാ. എന്നടാ പേര്? ജോയി. ജോയി ആണോ? അതെന്തുകൊണ്ടാ ജോയി ജയിക്കണം എന്ന് പറയുന്നത്? അതിനോടാണ് കൂറുള്ളത്. ആണോ? അതിനോടാ കൂറുള്ളത്. ആണ്. അതുകൊണ്ട് ജോയി ജയിക്കണം എന്ന് പറയുന്നത്. ജോയി ജയിക്കട്ടെ. ജോയി. എന്തുകൊണ്ടാ ജോയിന്റെ പേര് പറയുന്നത്? അത് കോൺഗ്രസിന്റെ ആളായതുകൊണ്ട് ആണ്. ജയിക്കണം എന്നാ പറയുന്നത്. അതെ. നമുക്ക് അങ്ങനെ പറ്റില്ല. ആര് ജയിച്ചാലും നല്ലൊരു ഭരണമായാൽ മതി. ആരാ ജയിക്കാൻ താല്പര്യമുള്ളത് നിങ്ങൾക്ക്? നമ്മള് ഞാൻ അങ്ങനെ പറയാൻ തയ്യാറില്ല. അങ്ങനെ പറയാൻ ഞാൻ ഒരിക്കലും തയ്യാറില്ല. ആര് ജയിച്ചാലും നല്ലൊരു ഭരണമായാൽ മതി. അങ്ങനെയാണ്. അങ്ങനെ ഏതായാലും ഏത് ഭരണകർത്താവ് വന്നാലും നല്ല ഭരണം നടത്തണം. അത്രേ ഉള്ളൂ. ആരാണ് നിങ്ങളുടെ മനസ്സിൽ ഇതെല്ലാവരും നല്ല ആൾക്കാരാണ്. ആണ്. ആരും മോശമില്ല. ആണ്. ഭരിക്കാൻ സാധിച്ചെങ്കിൽ എല്ലാവർക്കും സാധിക്കട്ടെ. ജോയിയാ. എന്തുകൊണ്ടാ ജോയിന്റെ പേര് പറയുന്നത്? ഒരു മാറ്റം വേണം. അതുകൊണ്ടാണ് ജോയിന്റെ പേര് പറയുന്നത്. ആണ്. UDF. എന്തുകൊണ്ടാ UDF? ജോയിയാ. എന്തുകൊണ്ടാ? വികസനങ്ങൾ കുറെ ആണ്. ജയിക്കാനൊന്നും ഒന്നും പറയാൻ പറ്റൂല. എന്തുകൊണ്ടാ പറയാൻ പറ്റാത്തെ? അതങ്ങനാണ് അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. എന്നാലും എന്താ നമ്മൾ പറയാ, ഒന്നും പറയാൻ പറ്റില്ല. ഇല്ല. VS ജോയി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണ്. അതെന്തുകൊണ്ടാ VSന്റെ ജോയിന്റെ പേര് പറയുന്നത്? 3 പ്രാവശ്യം MLA ആയിട്ട് ഇവിടെ ഒരു വികസനവും മറ്റുള്ള നിയോജകമണ്ഡലം നടക്കാത്ത വികസനം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ജോയി ജയിക്കുന്ന ഉപകാരം തന്നെയാണ്. ആര് ജയിച്ചാലും ഇപ്പൊ KT ജലീൽ വരണം നമ്മളാഗ്രഹം. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ഭരണം അടിപൊളിയാണ്. ആണ്. മൂപ്പര് ഭരണം അടിപൊളിയാണ്. അതുകൊണ്ട് KT ജലീൽ വരണമെന്നാ പറയുന്നത്. ആണ്. രണ്ടാളൊരാൾ ജയിക്കും. ആയിക്കോട്ടെ, രണ്ടാളിലും ഒരാൾ ജയിക്കും. പക്ഷെ ആര് ജയിക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം. ജോയിക്കാണ് ഇപ്പൊ പ്രതീക്ഷയുള്ളത്. ജോയിക്ക്. എന്തുകൊണ്ടാ ജോയി എന്ന് പറയുന്നത്? പുതിയ ഒരാളല്ല, പയ്യൻ കുഴപ്പമില്ല. പയ്യൻ കുഴപ്പമില്ല. എന്താ കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം? സൂപ്പറാണ് ആള്. ആണോ? സൂപ്പർ എന്ന് പറയുമ്പോ എന്തുകൊണ്ടാ സൂപ്പർ എന്ന് പറയുന്നത്? അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നേരിട്ട് കാണണം. ആണോ? ആണ്. ആള് ഗ്ലാമറാണ്. ആണ്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം വോട്ടങ്ങൾ കൊടുക്കാൻ. തീർച്ചയായും LDF ജയിക്കും. ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇതുവരെ വെച്ച ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ LDF ജയിക്കും എന്നുള്ളതാണ്. ഒന്നും പറയാൻ പറ്റാത്ത. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് അങ്ങനെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വന്നു. അത്ര സജീവല്ല രാഷ്ട്രീയം. അല്ല, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആര് ജയിക്കും എന്നുള്ളതാണ്. ഒന്നും പറയാൻ പറ്റില്ല. ഇല്ല, അത് വോട്ട് ചെയ്താലല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല, ആര് ജയിക്കും എന്നുള്ളതാണ്. ആര് ജയിക്കും എന്നുള്ളതാണ്. അത് 2 പ്രാവശ്യം ജലീൽ ജയിച്ചിട്ടുണ്ട്. പ്രാവശ്യം ആരാ ജയിക്കാന്ന് മുഴുവൻ പറയാൻ പറ്റില്ല. ആണോ? കറക്റ്റാണ്. മുഴുവൻ പറയാൻ പറ്റില്ല. ഇല്ല. ഇവിടെ പുലി കുറ്റിപ്പുറത്ത് അടിച്ച് മലത്തികളെ കെട്ടി ജലീൽ അവിടെ ജയിച്ചായിട്ട്. പിന്നെ രണ്ടായതിനു ശേഷം 2ാമത്തെ പ്രാവശ്യം കെട്ടി ജലീൽ. ഇതിപ്പോ 4ാമത്തെ പ്രാവശ്യം. ഒരു പ്രാവശ്യം കെട്ടി ജലീൽ മന്ത്രിയായി. പിന്നെ 2 MLA-മാരായി. MLA ആയത് കുറ്റിപ്പുറത്ത് നരിനെ അടിച്ച് പൂച്ചാടിച്ച് തകർത്തതാണ്. ആ കെട്ടി ജലീലിന് ഇവിടെ സാധ്യത. പക്ഷെ എന്റെ അഭിപ്രായം ജയിക്കേണ്ടത് ജോയിയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് അവനൊരു ചേഞ്ചിങ് നല്ലതാണല്ലോ. അവരും ഒരു ചേഞ്ചിങ് നല്ലതാണ്. ഇപ്പൊ കെട്ടി ജലീൽ 4ാമത്തെ പ്രാവശ്യമല്ലോ. ഇയാളെ പോയി നമുക്ക് അറിയാലേ അയാളുടെ പവർ എന്താന്ന്. അതാണ് ഒരു ചേഞ്ചിങ് നല്ലതെന്ന് പറയുന്നത്. ആണല്ലേ? പറയാൻ പറ്റില്ല. അതെന്തുകൊണ്ടാ പറയാൻ പറ്റാത്തെ? ആരെ ജയിക്കുന്നു നമ്മൾക്ക് അറിയില്ല. വോട്ട് ചെയ്യോ? വോട്ട് ചെയ്യും. എന്തുകൊണ്ടാ KT ജയിക്കുന്നു പറയുന്നത്? ഇവിടെ പോയിട്ട് പല വീക്ഷണം ചെയ്തുകൊണ്ട് ആണ്. അതുകൊണ്ടാ ജയിക്കുന്നു പറയുന്നത്. ആരെ ജയിക്കുന്നുള്ള എനിക്ക് പറയാൻ പറ്റില്ല. വോട്ട് ചെയ്ത് ആരെ ജയിക്കുന്നത് അതെന്തുകൊണ്ടാ അങ്ങനെ? ആ കാരണം ഞാൻ ഭൂരിപക്ഷം ആർക്കാ കിട്ടാതെ എനിക്ക് പറയാൻ പറ്റില്ല. ജയിക്കുമെന്ന് പറയാനൊന്നും പറയില്ല. ഈക്വലായിട്ട് ഭയങ്കര ഓടിക്കൊണ്ടിരിക്കുക. അതെന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? നിങ്ങൾ ആര് ജയിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്. ടഫല്ലേ? ടഫല്ലേ? ടഫാണ്. അതെന്തുകൊണ്ടാ ജോയിന്റെ പേര് പറയുന്നത്? ഞങ്ങള് UDF കാരനായോണ്ട്. ആണ്. ഇത് തവനൂർ മണ്ഡലമാണോ? അതെ. തവനൂർ മണ്ഡലത്തിലെ വോട്ടറാണോ നിങ്ങള്? അതെ. നിങ്ങളെ എനിക്ക് ആര് ജയിച്ചാലും വേണ്ട, നമുക്ക് സന്തോഷമുള്ളൂ. ആണ്. അത്രേ ഉള്ളൂ. ആര് ജയിക്കട്ടെ? ആരായാലും വേണ്ട. UDF ആയാലും വേണ്ട, LDF ആയാലും വേണ്ട. ആര് ജയിച്ചാലും സന്തോഷമുള്ളൂ. നമുക്ക് പണി കൊടുണ്ടായാൽ മതി. ജലീൽ ഷുവർ. എന്തുകൊണ്ടാ ഷുവർ എന്ന് പറയുന്നത്? ഷുവർന്ന് നാട്ടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും കോൾ ചെയ്താൽ മതി. എന്ത് പരിപാടിയാണോ
റെഡി ആൾ മുന്നിലെത്തും. ഇപ്പോൾ ഇവിടെ ജയിക്കേണ്ടത് UDF ജയിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പൊ 10 വർഷം ഇപ്പൊ മറ്റൊരു നല്ല രീതിയിൽ ഭരിച്ചു തന്നെയാണ്. അപ്പൊ ഒരു മാറ്റം ആവശ്യമല്ലേ? നല്ല രീതിയിൽ മരിച്ച മാറ്റം വേണോ? മാറ്റം നല്ലതാണ്, എല്ലാവർക്കും അതല്ലേ വേണ്ടത്. ആരപ്പോഴും നിക്കണ് KT ജലീൽ, ജോയി ജോയി രണ്ടും പാടും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ സമനിലയിലാവാനാ സാധ്യത. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് അങ്ങനെയാണ് ഇപ്പൊ പോക്ക് കാണുന്നത്. ജോയി ജയിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ജോയിക്കാനുള്ള സാധ്യത KT ജലീൽ നിന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. ആണോ? കുറച്ച് അഹങ്കാരം കൂടുതലാണ്. അപ്പൊ അതിന് സ്വാഭാവികമായിട്ടും ഇപ്പൊ LDF-ഉം RS-നും ലീഡും കൂടി നടക്കുന്നുണ്ട്. അതെതിരായിട്ട് ജനങ്ങൾ വിധി KT ജലീൽ തോൽക്കുന്നതാണോ പറയുന്നത്? തോൽക്കും. ഇവിടെ KT ജലീൽ അല്ലാതെ അതുകൊണ്ടാണ് KT ജലീലേ ജയിക്കുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്ത വികസനങ്ങൾ നല്ലൊരു വ്യക്തിത്വമാണ്. നമ്മളൊക്കെ സാധാരണക്കാരൊക്കെ കണ്ടാൽ നല്ല എവിടെ വണ്ടിയൊക്കെ നിർത്തി നമ്മളോടൊക്കെ നല്ല സ്നേഹത്തോടു കൂടി വർത്തമാനം പറഞ്ഞു. 100%. UDF-നാണ് ചാൻസ് കൂടുതൽ. UDF ജോയിക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മാറ്റം വരണം എന്നാണ് ചിന്തിക്കുന്ന ആൾക്കാർ. ആണോ? നമുക്ക് KT ജലീൽ ജയിക്കുന്ന എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എല്ലാം മൂപ്പര് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. UDF ജയിക്കണം എന്നാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ് UDF ജയിക്കണം ആഗ്രഹം? UDF ആണ് വികസനങ്ങളൊക്കെ കൂടുതലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് UDF തന്നെയാണ്. ജോയി ആണോ ജയിക്കേണ്ടത്? ആരാണ് കുഴപ്പമില്ല, ആര് ജയിച്ചാലും കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറഞ്ഞ ഇപ്പൊ ആര് ജയിച്ചാലും വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ തെരഞ്ഞെടുക്കട്ടെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതാ നല്ലത്. ഇവിടെ 15 വർഷമായി ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു സ്ഥാനാർത്ഥിയാണ്. ഈ പാലം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഈ പാലത്തിന്റെ സ്ഥിതി അറിയത്. കാരണം ഇടുങ്ങിയ പാലമാണ്. എന്തെല്ലാം ആധുനികമായ ടെക്നോളജി ഇപ്പോഴത്തെ കാലത്തുണ്ട്. അതൊന്നും ഒഴിവാക്കിയിട്ട് ഈ ആദ്യ പാലം ഉണ്ടാക്കി അത് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ആര് ജയിക്കണം എന്നുള്ളതാണ് ഇവിടെ ജയം ജോയി തന്നെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിന് ഒരു മാറ്റം. BJP ജയിക്കണം എന്നാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഞാൻ ഒരു BJP കാരനായ കാരണം അതുകൊണ്ട് BJP ജയിക്കണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ്. ഇവിടെ ഇപ്പൊ ഞാൻ എന്താ പറയാ ചോദിച്ചാലേ, ഇവിടെ ഇപ്പൊ നമ്മളെ അവസ്ഥ പറയാന്ന് വെച്ചാൽ നമ്മൾ ലോട്ടറി വെക്കുന്ന ആളാ. ലോട്ടറിയിൽ ഒരു കാര്യമില്ല. ആര് ജയിക്കണം ഇവിടെ? ഇവിടെ ഇപ്പോ ജലീലും കുഴപ്പമില്ല, ജോയിയും കുഴപ്പമില്ല. ഞാൻ അങ്ങനെ പറയുള്ളൂ. ആര് ജയിക്കാനാ ആഗ്രഹം? എനിക്കിപ്പോ ഇപ്പോഴത്തെ കണ്ടീഷനില് ജോയി ജയിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഈ ലോട്ടറിയുടെ കാര്യം തന്നെ നമ്മൾ തോണ്ട ജീവിതം ഇതടക്കം നാശം. ഏതടക്കം? ലോട്ടറി അടക്കം? ലോട്ടറി അടക്കം നാശം. ഇതിലിപ്പോ ഒരു വരുമാനവും ഇല്ല. 4 ലക്ഷം ഉറുപ്പ കടക്കാരനായി. ഇത് വിറ്റിട്ട് എന്തായാലും കിട്ടിയാൽ നമ്മളെ കുടുംബം ജീവിക്കണം, മരുന്ന് മേടിക്കണം. ആര് ജയിക്കണം എന്നുള്ളതാണ്. ജോയി ആയിട്ട് ഒരു മാറ്റം പറ്റേ. KT ജലീൽ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കുറച്ച് നന്നായിട്ട് പ്രകടനം കാഴ്ചവെച്ച് തോന്നണു. എനിക്ക് അത്ര അതിനെ കുറിച്ച് അറിയില്ല. എന്നാലും KT ജലീൽ വരണം എന്നൊരു ആഗ്രഹമുണ്ട്. VS ജോയി അല്ലേ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്താ വെച്ചാല് എത്രയോ വർഷമായിട്ട് KT ജലീലാണ് ഇവിടെ ഉള്ളത്. KT ജലീൽ ഉള്ളത് കൊണ്ട് KT ജലീൽ സ്വയം മാറുകയെന്ന് പറഞ്ഞ ആളാണ്. ഇതുവരെ വീണ്ടും വന്നിട്ട് ഇപ്പോൾ മത്സരിക്കാൻ നിൽക്കുക. അതേപോലെ തന്നെ ഇവിടുത്തെ വികസനത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡില്ല നല്ല പോലെ. അതേപോലെ തന്നെ ഒരു ബാത്റൂമില്ല, ഒന്നുമില്ല. ജനങ്ങളിപ്പോൾ പുറത്തുനിന്നുള്ള ഒരാൾക്കാർ വരികയാണെങ്കിൽ ആര് ജയിക്കണം എന്നുള്ളതാണ്. ജയിക്കുന്നത് ഞങ്ങളെ ഇതിലിപ്പോ തമിഴ്നാട് മണ്ഡലത്തിൽ കാണുന്നത് VS ജോയിക്ക് തന്നെയാണ്. എന്റെ അഭിപ്രായം ഇവിടെ UDF-ന് ഇവിടെ കിട്ടണം മുഖ്യമന്ത്രി സ്ഥാനം. കേരളം അവർക്ക് ഭരിക്കാൻ കഴിയുള്ളൂ. ഇവിടെ തവനൂർ മണ്ഡലം ചോദിക്കുന്നത്. തവനൂർ മണ്ഡലം പിന്നെ ജോയി കിട്ടണം. എന്തുകൊണ്ടാണ് ജോയി കിട്ടണം പറയുന്നത്? ജോയി ആൾ ഉഷാറാണ്, ഭരിക്കാൻ നല്ല ക്യാബിനറ്റ്. മറ്റുള്ള ഭരണം ഒന്നും ക്ലിയർ ആയിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇഷ്ടമാണ്. ആണോ? KT ജലീൽ ഇഷ്ടമാണോ? ജോയി. എന്തുകൊണ്ടാണ് ജോയിന്റെ പേര് പറയുന്നത്? കോൺഗ്രസിന്റെ ആളാണ്, ജയിക്കും. ആണോ? ജയിക്കണം എന്നാണ് പറയുന്നത്. ആര് ജയിച്ചാലും കുഴപ്പമില്ല. എന്നാലും അങ്ങനെ ഒരു പറയുമ്പോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരും അങ്ങനെ പ്രത്യേകിച്ചൊരു അഭിപ്രായം ഇല്ല. അതൊന്നും അറിയില്ല. ഇല്ല. രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ല. താല്പര്യമില്ല. പിന്നെ എന്തിനോട് താല്പര്യം? താല്പര്യമില്ല. ഇല്ല. നമുക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. എന്നാലും ആര് ജയിക്കണം? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇല്ല. KT ജലീൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വികസനം കൊണ്ട് അതുകൊണ്ട് ജയിക്കുന്ന പറയുന്നത്. തവനൂർ മണ്ഡലത്തില് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മളെ ജലീൽ ജയിക്കാൻ സാധ്യത ഉണ്ട്. എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ചിട്ട് ഇപ്രാവശ്യം എന്താവും സ്ഥിതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഭൂരിപക്ഷം വളരെ കുറവാണ്. ജോയിന്റെ അവസ്ഥ എന്താ? ജോയി ഒപ്പത്തിനൊപ്പം നിൽക്കാനാണ് സാധ്യത. രണ്ടുപേരും ചെറിയൊരു വ്യത്യാസത്തിലാണ് ജയിക്കുള്ളൂ. ആര് ജയിക്കുകയാണെങ്കിലും. VS ജോയി തന്നെയാണ്. VS ജോയി. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇന്നത്തെ ട്രെൻഡ് അങ്ങനെയാണല്ലോ. കാരണം ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ അവസ്ഥ കാണില്ലേ, ഫേസ്ബുക്കിലല്ല എല്ലാത്തിലും ഈ ഒരു കൈരളി TV-യുടെ മാത്രം ലേഖന ചാനലിന് ഇത് കൊടുക്കുക, ചോദ്യം ചോദിക്കാൻ കൊടുക്കുക. പിന്നെ അതുകൊണ്ടല്ല മൊത്തത്തിലൊരു KT ജലീൽ. എന്തുകൊണ്ടാണ് KT ജലീലിന്റെ പേര് പറയുന്നത്? ഇവിടെ ഗവൺമെന്റ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജലീൽ ജയിക്കണം. ജലീൽ ജയിക്കണം. ജോയി
എന്തുകൊണ്ടാണ് ജോയിന്റെ പേര് പറയുന്നത്? ജോയി ആകുമ്പോൾ പുതിയൊരു സ്ഥാനാർത്ഥിയായി. ആ. ജലീലിനെ നമ്മളൊരു 3 പ്രാവശ്യം കാണുന്നുണ്ട്. അയാളെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ആ. അപ്പോൾ ഒരുപാട് പരാജയം തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ആര് ജയിക്കണമെന്നല്ല? ജോയി ജയിക്കണം, പുതിയൊരു മാറ്റം വേണം. സംസാരിക്കാം. നമ്മൾ കെട്ടി ജലീൽ ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ വികസനവും ഞങ്ങളെ മണ്ഡലത്തിലെ വികസനം തന്നെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 100% വികസനം. എനിക്ക് പറയാൻ വയ്യ. എന്തുകൊണ്ടാ? അത് ആരും ജയിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം ജലീലിന് 3066 വോട്ടിനിട്ട് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നു. ഇവിടെ ആരും ജയിക്കാം. ആരെ ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയാണോ? പറഞ്ഞോ. കെട്ടിയാലിരിക്കും ഭരണം കിട്ടും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? വികസനം വേറെന്താ വികസനം ആണല്ലേ? പവറല്ലേ? ഒന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് ഒന്നും പറയാൻ പറ്റാതെ? ഇപ്പൊ എല്ലാവരും കൊറേ മാറിയിരിക്കുന്നു. ആണ്, അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. വോട്ട് ചെയ്യാറുണ്ടമ്മ? തവനൂർ മണ്ഡലത്തിലല്ലേ? ആണ്. ആർക്കാന്ന് പറയാൻ കഴിയില്ല. അത് പറയില്ല, നമ്മളെ അവകാശമല്ല, നമ്മൾ പറയാൻ പാടില്ല. അതെ, പറയില്ല. ജലീൽ സാർ ജയിക്കും തോന്നൂര്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. തീർച്ചയായും കെട്ടിച്ചെല്ലി. എന്തുകൊണ്ടാ തീർച്ചയായും കെട്ടിച്ചെല്ലി പറയുന്നത്? അതായത് ഈ മണ്ഡലത്തിൽ അദ്ദേഹം ഇത്രയും കാലം ചെയ്തു വന്ന വികസനങ്ങൾ അതുകൊണ്ടാണ് ജയിക്കാം. തീർച്ചയായും. തവനൂർ മണ്ഡലത്തിൽ നമുക്ക് അങ്ങനെ കൃത്യ സാധ്യത പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? അത് കെ.ടി. ജലീൽ 3 ടൈം നല്ല MLA ആയിട്ട് പൂർത്തീകരിച്ചതാണ്. ഇനി VS ജോയ് DCC പ്രസിഡന്റ് ഒക്കെ ആണല്ലോ. അപ്പൊ 2 ശക്തരായ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. ആർക്കാ സാധ്യത? UDF. എന്തുകൊണ്ടാ? ആർക്ക്? ജോയിക്കാം. ജോയി. എന്തുകൊണ്ടാ അങ്ങനെ? അങ്ങനെയാണ്. ഇവിടെ ജലീലിനെ കൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ല ഇതുവരെ. ആണോ? അങ്ങനെ പറയുന്നു. അങ്ങനെ പറയുന്നത് അങ്ങനെയാണ്. ആണ്. 10-15 കൊല്ലമായിട്ട് ഒരു പുരോഗമനം ഇവിടെ ഇല്ല. നമുക്കൊന്നും പറയാനില്ല. ഇവിടെ ജനഹിതം എങ്ങനെയാണോ അങ്ങനെ സംഭവിക്കും. അതെ, ആർക്കാണ് സാധ്യത? സാധ്യത നമുക്കൊന്നും പറയാൻ പറ്റില്ല. 2 കൂട്ടരും തുല്യ ശക്തിയാണ്. ആണോ? അതുകൊണ്ടാണോ? അതുകൊണ്ട് തന്നെ പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല. VS ജോയ് ജയിക്കണം. അതുകൊണ്ടാ ജോയിന്റെ പേര് പറയുന്നത്. 15 വർഷമായിട്ട് കെ.ടി. ജലീല് ഇവിടെ ഒന്നും ആക്കിയിട്ടില്ല. നമ്മളറിയില്ല, ആണോ? ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നു. ആവശ്യമാണോ? ജോയ്. എന്തുകൊണ്ടാ ജോയിന്റെ പേര് പറയുന്നത്? ഒരു മാറ്റം വരണം. ആണ്. കേരളം ഒരു മാറ്റം വരണം. അങ്ങനെയാണ്. അതുകൊണ്ടാണ്. LDF പോകണം, ഇനി UDF വരണം. ആണ്. എന്തുകൊണ്ടാ ജോയ് വരണം എന്ന് വേണം? കെ.ടി. ജലീലിന്റെ ഇത് കണ്ടതാണ് നമ്മള്. അതുകൊണ്ട് ഇപ്പൊ മറ്റേ ആളുടെ മാറി കാണാം എന്നുള്ള ഒരു ജോയിന്റെ മാറി കാണണോ? വല്ലാത്തൊരു കാഴ്ചയായി പോയി. എന്തുകൊണ്ടാ കെ.ടി. ജലീലിന്റെ പേര് പറയുന്നത്? നാട്ടുകാരനല്ലോ. മാറ്റം വേണം. കേരളത്തിന്റെ മൊത്തം ഭരണം മാറണം. അതാണ് എനിക്ക് പറയാനുള്ളത്. മാറണം. അതാര് ഭരിച്ചാലും ശരി, കുഴപ്പമില്ല. ജോയിക്ക് ഇപ്രാവശ്യം മാറ്റം ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. എന്താന്നുള്ള എന്തുകൊണ്ടാ മാറ്റം ആവശ്യപ്പെടുന്നത്? മാറ്റം എന്താന്നുള്ള അവർക്കറിയില്ല. നമുക്കൊരു ഇതൊന്നുമില്ല. എന്തുകൊണ്ടാ ജോയിന്റെ പേര് പറയുന്നത്? ഭരണം മാറണം. ആണോ? എന്തിനാ ഭരണം മാറണേ? ശരിയല്ല, ഭരണം നല്ല ഭരണമല്ലേ? അല്ലേ? ഭരണം മാറുന്ന പറയാ. CPM. എന്തുകൊണ്ടാണ്? അവർ വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ പല കാര്യങ്ങള്? പല കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് വല്ല ഉപകാരങ്ങളാണ്. അതുകൊണ്ട് അവര് വരണം എന്നാ പറയുന്നത്. അവർ വരണം. ജോയ്. എന്തുകൊണ്ടാ ജോയിന്റെ പേര് പറയുന്നത്? ജോയി നല്ലൊരാളാണ്. ആണ്, അതുകൊണ്ടാണോ വരണം എന്നാ പറയുന്നത്? തവനൂർ മണ്ഡലത്തിൽ കെ.ടി. ജലീൽ ജയിക്കും. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? കെ.ടി. ജലീൽ ഒരു നല്ല വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളും കണ്ടും അറിഞ്ഞും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കെ.ടി. ജലീൽ ജയിക്കുള്ളൂ ഇവിടെ. ആയിക്കോട്ടെ. പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച ഒരു മാറ്റം നിർബന്ധമാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് എന്താ വെച്ചാല് അതിന്റെ കാര്യം അങ്ങനെയാണ്. അത് വിശദീകരിക്കില്ല. ആണോ? അപ്പൊ ജോയി ആണോ ജയിക്കേണ്ടത്? ജോയിയാണ് ജയിക്കുന്നത്. NDA ജയിക്കണം. NDA. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അതിപ്പോ മൊത്തം NDA തരംഗങ്ങളഞ്ഞ് വരാൻ പോണത്. ജോയിയാവും. എന്തുകൊണ്ടാ ജോയി ആവും പറയില്ലേ? ജോയി ഒരു തരംഗം മാറി വരികയാണ്. മാറി വരാണോ? ജോയി വരണം എന്നാ പറയുന്നത്. ജോയി വരണം. ജലീൽ ജയിക്കും. നടക്കരുത്. നടക്കില്ല. പറഞ്ഞോ, അങ്ങോട്ട് നോക്കി പറയും. ആര് ജയിക്കണം എന്നല്ല. ജലീൽ ജയിക്കും. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അതങ്ങനെ തന്നെയാണ് കാരണം. ആണോ? ജലീൽ തന്നെ. അയാൾ 3 പ്രാവശ്യം ജയിച്ച ആളാ. ആണോ? ഒരു പ്രാവശ്യം മാറ്റി ചിന്തിക്കും ആൾക്കാർ. അല്ല, മാറ്റി ചിന്തിക്കില്ല. പക്ഷെ അയാൾ നല്ല ആളായ കാരണം അയാൾ ജയിക്കും. ഇവിടെ ബാക്കിയുള്ളതൊന്നും പറയാൻ പറ്റില്ല. ആണോ? ജോയി ജയിക്കാനാണ് സാധ്യത കൂടുതൽ. അതെന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ചേഞ്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആണോ? അതുകൊണ്ടാണ് ജോയി ജയിക്കാൻ വേണ്ടി പറയുന്നത് അല്ലേ? പറയുന്നതല്ല, ജനങ്ങളുടെ മൊത്തത്തിൽ ഒരു ആഗ്രഹം അതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ആണോ? കെ.ടി. ജലീൽ ജയിക്കും. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അയാള് നല്ല പ്രവർത്തകനാണ്. നല്ല MLA മന്ത്രിയായിരുന്നു, MLA. അങ്ങനെയാണ്. എന്തുകൊണ്ടാ ജോയിന്റെ പേര് പറയുന്നത്? നല്ല വ്യക്തിയാണ്. നല്ല വ്യക്തിയാണ്. നല്ല വ്യക്തിയാണോ? ഇവിടെ ജലീൽ. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ഇവിടെ പരിചയമുള്ള ആളാണോ? ആണ്. അതുകൊണ്ട് ജയിക്കുന്നു പറയുന്നത്. ഒന്നും പറയാൻ പറ്റില്ല. പാര് ജയിക്കുന്നു. എന്തുകൊണ്ടാ? എന്തപ്പോ ഇങ്ങനെ അങ്ങനെയുള്ള നിൽക്കുന്നത്? ആരാ ജയിക്കുക? ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് നല്ല വികസനം വേണം. അതേപോലെ കെ.ടി. ഒന്നും കൂടി വരണം. നല്ല ഒരു മികച്ച ഉന്നത
നീ തന്നെ എത്തും. ആണ്. പറയാൻ പറ്റൂല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്താന്ന് വെച്ചാല് ഇത് കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റും. ഏകദേശം സാധ്യത ആർക്കാ? അതന്നെ പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ വേറെ അറിവും എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ആണ്. അതുകൊണ്ട് ജയിക്കുന്ന പറയുന്നത്. ജയിക്കും. ഇവിടെ കെട്ടി ജില്ലയാണ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അയാൾക്കാണ് കൂടുതൽ ഇവിടെ ഇത് കാണാനുള്ളത്. ആണോ? കെട്ടി ജില്ല ജയിക്കും. ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ ഉറപ്പ് പറയാൻ പറ്റില്ല. ഇത് പറയാൻ പറ്റില്ല? എന്തുകൊണ്ടാ അങ്ങനെ പറയാൻ പറ്റാത്തത്? എന്താ പറയാനുള്ളത്? രണ്ടും പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ രണ്ടും പറയാൻ പറ്റാത്തത്? രണ്ടോട്ടും തുല്യ ശക്തികളാണ്. ആണോ? ആര് വരണമെന്നില്ല? ആര് വന്നാലും നമുക്ക് കുഴപ്പമില്ല. ഇല്ല. ഇല്ല. ആരാറ്റ് വരട്ടെ നമുക്ക്. ആരാറ്റ് വരട്ടെ. ആരാച്ച വരട്ടെ? എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? നമ്മള് നിഷ്പക്ഷമായിട്ടുള്ള ഒരാളാണ്. ആണോ? ഇപ്രാവശ്യം ടൈറ്റ് ആണോ മത്സരം? ടൈറ്റ് മത്സരം. പേര് പറയാൻ കഴിയില്ല. കെട്ടി ജലീൽ. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അത് ഇപ്പൊ 15 വർഷമായിട്ട് മൂപ്പര് പിന്നെ നമ്മളെ ഇവിടെ നല്ല വികസനമാണ്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തോ ഒന്നും പറയാൻ പറ്റാതെ? ഒന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ പറയാൻ പറ്റാതെ? ഫോണിലുണ്ട്. ഇവിടെ കെട്ടി ജലീലാണ് സാധ്യത. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ഇവിടെ ഒരുവിധം കോട്ട തന്നെ ആണ്. തവനൂർ മണ്ഡലത്തിലെ 150 പേരുടെ അഭിപ്രായങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോയത്. ഈ പബ്ലിക് ഒപ്പീനിയനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. അധികമായി വരുന്ന ബൈറ്റുകളെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ പങ്കുവച്ചിട്ടുണ്ട്. വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ടാണ്. നന്ദി, നമസ്കാരം.